അധിപനാണ് ദാൻ ഗോത്രത്തിൽപ്പെട്ട മനോവയുടെ പുത്രനായ സാംസൺ. ലൈറ്റ് ഇവിടെയാണല്ലോ വന്നത് അച്ഛാ. അതിൽ തുറന്നു കഴിഞ്ഞു മതി. ആ അങ്ങനെ കൊടുത്താലും മതി അച്ഛാ. ഈ ലൈറ്റ് ഓഫ് ആക്കണം. ബിജൻ ചേട്ടാ അങ്ങോട്ട്. ബിജൻ ചേട്ടാ, ബിജൻ ചേട്ടാ. ന്മാരെ അയച്ചു. ഫിലിസ്തീനിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കാൻ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തയച്ച ന്യായാധിപനാണ് ദാൻ ഗോത്രത്തിൽപ്പെട്ട മനോവയുടെ പുത്രനായ സാംസൺ. അവിടെ ഒരു മ്യൂസിക് ഇടണം. നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. എലീശ വന്നു കഴിഞ്ഞ് ഫുൾ ലൈറ്റ് ഇടുന്നാ പറഞ്ഞത്. എന്റെ മുഖത്തൊന്നും ഒരു പ്രകാശം വരുന്നില്ല. പുറകെ നമുക്ക് ട്യൂബ് വെക്കാം. കാക്ക തേങ്ങാപ്പുള്ളുമായിട്ട് പോകുന്നല്ലേ. പിന്നെ അവിടെ ഒരു മ്യൂസിക് കൊടുക്കും. മുകളിലെ ലൈറ്റ്. നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. നിന്റെ പുത്രന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. എന്റെ ദൈവമേ, ഞാൻ എന്താണ് ആ കണ്ടതും കേട്ടതും? സ്വപ്നം കാണാൻ ഞാൻ ഉറങ്ങിയില്ലല്ലോ. പിന്നെ എന്തായിരുന്നു അത്? എന്താ എന്തോ സംഭവിച്ച മട്ടിൽ ആലോചിച്ച് നടക്കുന്നത്? അത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. ഒരു ദൈവദൂതൻ എന്റെ അടുത്ത് വന്നു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചിരുന്നു. എവിടെ നിന്ന് വരുന്നുവെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. പേരെന്താണെന്ന് പറഞ്ഞതുമില്ല. നീ ഈ പറയുന്നത് നേരാണോ? ഇതൊക്കെ സംഭവിച്ചതാണോ? പിന്നെ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഗർഭം ധരിച്ച്
ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. അതുകൊണ്ട് വീഞ്ഞും വീര്യമുള്ള പാനീയങ്ങളൊന്നും കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത് എന്നൊക്കെ. അതുപോലെ ബാലൻ ആജീവനാന്തം ദൈവത്തിന് ന്യാസവ്രതക്കാരനായിരിക്കുമെന്നും. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അയച്ച ദൈവദൂതൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കണമേ. എലീശ വന്നു. മനോഹ, മനോഹ, ഓടി വരൂ. എന്റെ അടുത്ത് വന്നയാൾ വീണ്ടും ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വേഗം വരൂ. പറയൂ, അങ്ങ് തന്നെയാണോ കുറച്ചു മുമ്പ് എന്റെ ഭാര്യയോട് സംസാരിച്ചത്? അതെ, അത് ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങയുടെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നിന്റെ ഭാര്യയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. എനിക്ക് അങ്ങയോട് ഒരു അപേക്ഷയുണ്ട്. ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നത് വരെ അങ്ങ് പോകരുതേ. ഇതാ ഇവിടെ ഇരിക്കൂ. നീ എന്നെ എത്ര പിടിച്ചു നിർത്തിയാലും നിന്റെ ബിജിൻ ചേട്ടാ, ഞാൻ കഴിക്കുകയില്ല. ലൈറ്റ് കൊടുക്കണം മാലാഖയ്ക്ക്. എന്നാൽ ഉണ്ടോ നീ പാകം ചെയ്യുമെങ്കിൽ മുഖത്ത്? അത് കർത്താവിന് ദഹനബലിയായി അർപ്പിച്ചുകൊള്ളുക. അതാണ് നല്ലത്. ഇതാ ഞാൻ ഉടനെ വരുന്നു. ഒന്ന് ചോദിക്കട്ടെ, സത്യത്തിൽ അങ്ങ് ആരാണ്? എവിടെ നിന്ന് വരുന്നു? അങ്ങയുടെ പേരെന്താണ്? ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കണമല്ലോ എന്ന് കരുതി ചോദിച്ചതാണ്. എന്റെ പേര് അത്ഭുതമായിരിക്കെ അത് ചോദിക്കുന്നതെന്തിന്? എനിക്ക് പോകുവാൻ സമയമായി. ഇതാ ഈ ബലി അങ്ങ് സ്വീകരിച്ചാലും. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിങ്ങളെ ഇവിടെ അവർ ലൈറ്റ് കിടത്തുന്ന ആശം. ഓടിപ്പോ കുട്ടികളെ. കുട്ടി വളർന്നു വലുതായി. കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. ഇസ്രായേൽ ജനതയെ ഫിലിസ്തീനരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ ജന്മമെടുത്തവൻ സാംസൺ. ആ സാംസൺ, അവന്റെ പേര് കേൾക്കുന്നത് തന്നെ നാം ഫിലിസ്തീനെ സംബന്ധിച്ചിടത്തോളം അരോചകമാണ്. ഇപ്പോൾ അവൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് കേട്ടല്ലോ. അവളെ കുറിച്ച് അന്വേഷിച്ചിട്ടെന്തായി? ദലീല അവളെ വിളിച്ചു വരുത്തുവാൻ വേണ്ടി ആളയച്ചിട്ടുണ്ട്. ഉടൻ അവൾ എത്തും.
അങ്ങനെ സാംസൺ ഇസ്രായേൽ ജനതകളുടെ നേതാവായി നമുക്കെതിരെ യുദ്ധത്തിന് വരുന്നു, അല്ലേ? ഒടിയും നീട്ടി വികൃതനായി നടക്കുന്ന ഇവന്റെ ശക്തിയുടെ കാരണമാണ് നമുക്ക് മനസ്സിലാക്കാത്തത്. ഇവന്റെ പേരിൽ വളരെയേറെ വീരകഥകളുണ്ട്. ഒരിക്കൽ അവന്റെ മുമ്പിലേക്ക് ചാടി വീണ ഒരു സിംഹത്തെ ആയുധങ്ങളൊന്നും കൂടാതെ നേരിട്ട് ഒരു ആട്ടിൻകുട്ടി എന്നതുപോലെ പിച്ചിച്ചീന്തി കളഞ്ഞത്ര. നമ്മൾ നേരെ കണ്ടതല്ലേ ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000ഓളം ഫിലിസ്തീനിയരെ അവൻ കൊന്നു കളഞ്ഞത്. ഇവൻ ഒരു നിമിഷം പോലും ഇനിയും ജീവിച്ചിരിക്കുവാൻ പാടില്ല. ഇതാ ദലീല വരുന്നു. ഇതാ ദലീല. ദലീല, നിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പ്രഭു, എന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്? നീ ഇസ്രായേൽ വംശത്തിൽപ്പെട്ട സാംസൺ എന്നു പേരായ ഒരുവനുമായി സ്നേഹത്തിലാണെന്ന് കേട്ടു. സാംസൺ എന്ന പേരായ ഒരാളെ എനിക്കറിയാം. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടവുമാണ്. ഞങ്ങൾക്ക് അവനെ പറ്റി വളരെ മോശമായ അഭിപ്രായമാണ്. നീ അവനെ ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ സ്നേഹിക്കുന്നത്? അതെന്തുമായിക്കൊള്ളട്ടെ, അവനെ കുറിച്ച് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നീ വിചാരിച്ചാൽ അത് നടക്കും. സാംസനെ പറ്റി പറയുന്ന കെട്ടുകഥകൾ കേട്ട് നീ വഞ്ചിക്കപ്പെടരുത്. അവനുമായുള്ള ചങ്ങാത്തം അപകടമാണ്. ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആയിരക്കണക്കിന് നമ്മുടെ ആൾക്കാരെ കൊന്നുകൂട്ടുന്ന ഇവന് എന്തോ ഒരു പ്രത്യേക ശക്തിയുണ്ട്. അത് എന്താണെന്ന് രഹസ്യമായി അവനിൽ നിന്നും മനസ്സിലാക്കിയെടുക്കണം. നിനക്ക് അവനോടുള്ള സ്നേഹം കുറയുന്നതായി നടിക്കരുത്. ഈ രഹസ്യം മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുമോന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഇല്ല, നീ വിചാരിച്ചാൽ നടക്കും. നീ വിചാരിച്ചാലേ നടക്കൂ. ദലീല, നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹമൊന്നുമല്ല അവന്റേത്. കാര്യസാധ്യത്തിനായുള്ള ഒരു അഭിനയം മാത്രമാണ്. ഇതിനു മുൻപും അവനൊരു ഫിലിസ്തീൻ യുവതിയെ വിവാഹം ചെയ്തിരുന്നു. ദലീല അത് കേട്ടിട്ടുണ്ടോ? എന്നാൽ വിവാഹ സൽക്കാരത്തിനിടയിൽ സാംസൺ തോട്ടന്മാരോട് ചോദിച്ച ഒരു കടങ്കഥയുടെ പൊരുൾ തന്റെ ഭാര്യ അവർക്ക് വെളിപ്പെടുത്തിയതിനെ തുടർന്ന് അവളോട് കോപിച്ച് സാംസൺ തന്റെ പിതൃഭവനത്തിലേക്ക് തിരിച്ചുപോയി. ഇതറിഞ്ഞ അവന്റെ അമ്മായിയപ്പൻ അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഭാര്യയെ നഷ്ടപ്പെട്ട സാംസൺ വളരെ കോപിതനായി ഫിലിസ്തീനയുടെ ധാന്യവിളവുകളും ഒലിവ് തോട്ടങ്ങളുമെല്ലാം കത്തിച്ചു ചാമ്പലാക്കി. കഴിഞ്ഞ ദിവസം അവൻ നമ്മുടെ കയ്യിൽ അകപ്പെട്ടതാണല്ലോ. പിന്നീട് എന്ത് സംഭവിച്ചു? ഗാസായിലെ ഒരു വീട്ടിൽ അവനുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ വീട് പറഞ്ഞതാണ്. അപ്പോഴേക്കും അവൻ പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടളയോടെ പൊക്കിയെടുത്ത് ഹെബ്രോണിനപ്പുറത്തുള്ള മലയിലേക്ക് രക്ഷപ്പെട്ടു. വളരെ അപകടകാരിയായ ഒരു ശത്രുവാണ്. അതുകൊണ്ട് ദലീല, നീ അവന്റെ ശക്തിയുടെ സ്രോതസ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. അതുപോലെ എപ്രകാരം അവനെ കീഴ്പ്പെടുത്താമെന്ന്. ഇത് നീ സാധിച്ചെടുത്താൽ ഞങ്ങൾ ഓരോരുത്തരും 1100 വെള്ളി നാണയങ്ങൾ വീതം നിനക്ക് സമ്മാനമായി തരുന്നതാണ്. 1100 വെള്ളി നാണയം വീതമോ? അത്ര വലിയൊരു തുക ഞാൻ
കണ്ടിട്ടേയില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ദലീല, ഇല്ല, ഞാൻ ഇവിടെ നെക്കിക്കൊണ്ടിരിക്കുന്നത് ആവുന്നില്ലായിരുന്നു. വിനു, അവിടെ മ്യൂസിക് ഇടുന്നേ. ഇതിനിടയ്ക്ക് ഇടയ്ക്ക് ഇവിടെ ഒന്നും ഇല്ലാതെ ഒന്നുമില്ലല്ലോ ഇപ്പം. പിന്നെ അവർക്ക് അതിനുള്ള കുറച്ച് സമയം വേണ്ടേ? ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് വായിച്ചു. അത് മതി, അതിനകത്ത് കിടന്നാൽ മതി. കോഡ് മാത്രം. ഇല്ല, അത് ഓഫാക്കണ്ട, അതവിടെ കിടന്നോട്ടെ. ഇങ്ങനെ കിടന്നാൽ മതി. ഇങ്ങനെ കിടന്നാൽ മതി. അവസാനം ഇനി ഓഫാക്കുള്ളൂ ജോയങ്ങളെ. എല്ലാം കൂടി ഇടിഞ്ഞു വീഴിയതേ. കഴിയുമ്പോഴത്തേക്ക് അച്ഛനാണെങ്കിൽ ബൈബിളിനകത്ത് ഇത്ര അധ്യായം ഇതിലുള്ള കഥയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങും. ഇവിടെ പക്ഷെ ദലീല, എങ്ങനെ നിന്നോട് ഇത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഞാനും അതുപോലെ തന്നെ അങ്ങയെ സ്നേഹിക്കുന്നുണ്ട്. ഇനിയെങ്കിലും പറയൂ സാംസൺ, എന്തിനേയും അതിജീവിക്കുവാനുള്ള അങ്ങയുടെ ഈ അപാര ശക്തിയുടെ രഹസ്യം എന്താണ്? ഇത് എവിടെ നിന്നാണ്? പലതവണ ചോദിച്ചിട്ടും എപ്പോഴും എന്നോട് നുണ പറഞ്ഞു. നീ പറഞ്ഞത് തീർത്തും ശരിയാണ്. ഞാൻ നിന്നോട് നുണ പറഞ്ഞു. ആദ്യം പറഞ്ഞു ഉണങ്ങാത്ത പുതിയ ഞാണെ കൊണ്ട് ബന്ധിച്ചാൽ മതിയെന്ന്. പിന്നെ പറഞ്ഞു ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത കയറ് കൊണ്ട് ബന്ധിക്കാനെന്ന്. ഒടുവിൽ പറഞ്ഞു 7 തലമുടി ചുരുളുകൾ എടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ചു നെയ്താൽ ശക്തി പോകുമെന്ന്. അങ്ങനെ 3 തവണ ഞാൻ കബളിപ്പിക്കപ്പെട്ടു. ആ രഹസ്യം ഞാൻ വെളിപ്പെടുത്തിയാൽ എന്നെ തന്നെ കൊലച്ചു കൊടുക്കും പോലെയാകും. ആത്മാർത്ഥമായി അങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നോട് മാത്രം ആ രഹസ്യം തുറന്നു പറയുമായിരുന്നു. ദലീല, നിന്റെ എപ്പോഴുമുള്ള ഈ ചോദ്യം മരണത്തിന് തുല്യമായി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഇത് രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സാധ്യമല്ല. എല്ലാം ഞാൻ തുറന്നു പറയാം. പക്ഷേ ആരോടും നീ ഇത് പറയരുത്. ക്ഷൗരക്കത്തി എന്റെ തലയിൽ ഇതുവരെയും സ്പർശിച്ചിട്ടില്ല. മുടി വെട്ടിയാൽ എന്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും. ജനനം മുതലേ ഞാൻ നാസിർ വ്രതക്കാരനാണ്. ഇപ്പോഴെങ്കിലും അങ്ങനോട് ഈ രഹസ്യം തുറന്നു പറഞ്ഞല്ലോ. അങ്ങേക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. സാംസൺ, അങ്ങ് വല്ലാതെ ക്ഷീണിതനായിരിക്കുന്നല്ലോ. ഇതാ ഇവിടെ ഇരിക്കൂ, ഞാനിപ്പോൾ വരാം.
വരൂ, എന്റെ മടിയിൽ തല ചായ്ച്ച് സ്വല്പം മയങ്ങിക്കൊള്ളുക. ദലീല, നീ എന്താണ് ഈ ചെയ്തത്? നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? ലൈറ്റ് അവിടെ ഓഫാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അച്ഛാ. കേട്ടോ അച്ഛാ, അച്ഛാ ലൈറ്റ് അവസാനം ഓഫാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കർട്ടൻ ഇടുമ്പം രണ്ട് ലൈറ്റും മൊത്തം ഇരുട്ടാക്കാം. വീണ് കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വന്നേരം ഓഫാക്കേണ്ടി വരും കർട്ടൻ ഇടുമ്പോഴേ, അല്ലെ ഇങ്ങനെ ചുമ്മാ കിടക്കുമല്ലേ. ഒരു മാസത്തിനു ശേഷം ഇന്ന് നാം സ്വതന്ത്രര്. നമ്മുടെ നാടിനെ വിറപ്പിച്ച, നമുക്കെല്ലാം പേടി സ്വപ്നമായിരുന്ന സാംസനെ ബാൽദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ ദിവസമാണിത്. സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന ബാൽദേവനുള്ള കൃതജ്ഞതാബലി പൂർത്തിയായി. നമ്മുടെ ശത്രുവിനെ ജനങ്ങൾക്കെല്ലാം കാണുവാനായി ഇപ്പോൾ തന്നെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ദലീലയുടെ മാത്രം കഴിവുകൊണ്ടാണ് ആ രഹസ്യം നമുക്ക് മനസ്സിലായത്. ചെറുപ്പകാലം മുതൽ ഒരു വ്രതത്തിന്റെ പേരിൽ അവൻ വളർത്തുന്ന മുടി മുറിച്ചാൽ അവന്റെ ശക്തി നശിക്കുമത്രേ. നമ്മൾ ആ രഹസ്യം ചോർത്തിയെടുത്തിരിക്കുന്നു. ധീരനും ശക്തനുമായ നേതാവേ, സ്വാഗതം. വില്ലാളി വീരനായ നേതാവ് സാംസൺ അതാ വരുന്നു. അയ്യോ പാവം, എന്ത് പറ്റി സാംസൺ നിനക്ക്? നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങൾ കേട്ടിരുന്നത്. ഞങ്ങളുടെ ദേവനാണ് നിന്നെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചത്. ഈ കാണുന്ന ജനം മുഴുവനും നിന്നെ കാണാൻ വന്നിരിക്കുന്നവരാണ്. അയ്യോ പാവം, അവന് വലുത് കാണാൻ കഴിയുമോ? ഇവൻ പൊട്ടക്കണ്ണനായി പോയില്ലേ? ആരാണ് സാംസൺ നിന്റെ കണ്ണു ചൂടിലെടുത്തത്? സാരമില്ല, ഞാൻ പറഞ്ഞു തരാം നിനക്ക്. ഒരു ജനസമുദ്രമാണ് ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ മേൽത്തട്ടിൽ തന്നെ 3000-ൽ പരം മനുഷ്യർ കയറി നിൽക്കുന്നുണ്ട്. വില്ലാളി വീരനായ നിന്നെ ഒന്ന് കാണാൻ. പാവം പൊട്ടക്കണ്ണൻ
പല്ലുകൊഴിഞ്ഞൊരു വയസ്സൻ സിംഹം. നൂറുകണക്കിന് ഫിലിസ്തീൻ പ്രഭുക്കന്മാരും വന്നുയർന്നിട്ടുണ്ട് ഇവിടെ. കൂടാതെ ഇത്രയും നാളുകൾക്കിടയിൽ നീ കൊന്ന ഫിലിസ്തീനരുടെ 3 ഇരട്ടിയെങ്കിലും ഇന്നിവിടെ കൂടിയിട്ടുണ്ട്. നിന്റെ വരവൊന്ന് ആഘോഷിക്കാൻ, ഇസ്രായേലിന്റെ വില്ലാളി വീരനെ എതിരേൽക്കാൻ. ഇതൊന്നും കാണാൻ നിനക്ക് പറ്റാതെ പോയല്ലോ സാംസൺ. ഒഴുകിയ ഈയം നിന്റെ കണ്ണിലേക്ക് ഒഴിച്ചപ്പോൾ ഓ, എത്ര മനോഹരമായ കാഴ്ചയായിരുന്നു അത്. ഫിലിസ്തീനയുടെ സ്വാതന്ത്ര്യത്തിന്റെ പുലരിയാണ് ഇവിടെ വിളർന്നത്. എന്താ സാംസൺ, എന്താ നീ പിറുപിറുക്കുന്നത്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഒരു പ്രാവശ്യം കൂടി ഞാൻ യാചിക്കുന്നു. എന്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് ശക്തി നൽകണമേ. കൊള്ളാം, നിന്റെ പ്രാർത്ഥന കൊള്ളാം. ഹേ സാംസൺ, നീ ഇസ്രായേൽക്കാരെ ഞങ്ങളുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ കേട്ടിരുന്നു. നിങ്ങളുടെ ദൈവത്തിന്റെ സ്വന്തം ജനമേ ഇസ്രായേൽക്കാർ. പാവം ദൈവം. ആ ദൈവത്തിന് സാധിക്കാത്തത് കൊണ്ടായിരിക്കും ഒരു വില്ലാളി വീരനായ നിന്നെ പറഞ്ഞു വിട്ടത്. ആ വില്ലാളിയുടെ അവസ്ഥ കണ്ടില്ലേ? കണ്ണുകളും പോയി, ഇപ്പോൾ നേരെ നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ. ഈ സ്ഥിതിയിലും ആ ദൈവത്തിലുള്ള നിന്റെ ആശ്രയം ഭയങ്കരം തന്നെ. നീ എന്താ പ്രാർത്ഥിച്ചത്? ഈ അവസ്ഥയിലും പ്രതികാരം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമെന്നോ? എന്താ സാംസൺ? ഓ ശരി ശരി, വില്ലാളി വീരന് നേരെ നിൽക്കാൻ പോലും സാധിക്കുന്നില്ലത്രേ. പാവം, ഒരു തൂണിൽ ചാരി നിൽക്കണം പോലും എങ്ങനെ നേരെ നിൽക്കാൻ കഴിയും? കൽത്തറങ്കിലായിരുന്നപ്പോൾ മാവ് പൊടിച്ചു പൊടിച്ച് ഉള്ള ശക്തിയും ചോർന്നുപോയി അല്ലേ? ആ നെടുന്തൂണിനോട് ചേർന്ന് നിൽക്ക, വീടാതെ നിൽക്കട്ടെ. ദലീലയ്ക്ക് ഈ ഫിലിസ്തീൻ സമൂഹം മുഴുവനും നന്ദി പറയണം. 1 മാസം മുമ്പ് അവൾ ആ രഹസ്യം ചോർത്തിയെടുത്ത് സാംസന്റെ മുടി മുറിച്ചപ്പോഴേ അവളൊരു ജീവഛവമായി. പൊട്ടക്കണ്ണനായ സാംസൺ ഇനി പ്രഭുക്കന്മാരുടെ വിനോദവേളയിൽ അഭ്യാസ പ്രകടനം നടത്തുന്ന ഒരു കോമാളിയായി ജീവിക്കട്ടെ. എന്റെ ദൈവമായ കർത്താവേ, നാസീർ വ്രതക്കാരനായ എനിക്ക് കഴിഞ്ഞ 1 മാസം കൊണ്ട് എന്റെ തലയിൽ വളർന്ന മുടിയുടെ പേരിൽ ഇസ്രായേലിന്റെ ശത്രുക്കളായ ഫിലിസ്തീനോട് ഒരിക്കൽ കൂടി പ്രതികാരം ചെയ്യാനുള്ള ശക്തി തരണമേ. അതാ സാംസൺ, അവൻ കെട്ടിടത്തിന്റെ നെടുന്തൂണ് പിടിച്ചു കുളിക്കുന്നു. അയ്യോ, അവനെ പിടിക്കൂ.